എല്ലാവർക്കും നമസ്കാരം. ഡ്രീം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എറണാകുളം കാക്കനാട് വാഴക്കാല ടൗണിൻ്റെ വളരെ അടുത്തായി ഒരു 300 മീറ്റർ താഴെ ദൂരത്തിൽ 14 സെൻറ്റിനകത്ത് വരുന്ന ഒരു വില്ല പ്രോജക്റ്റാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുൾ ഗാർഡൻ ഏരിയയാണ് ഈ വില്ലയിലേക്ക് വരുമ്പോൾ തന്നെ കാണാം. നമുക്ക് വീടിൻ്റെ മുറ്റത്തായാലും എല്ലാ സൈഡിലും ഗാർഡൻ നൽകിയിട്ടുണ്ട്. നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളൊന്ന് കാണാം. ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുമ്പോൾ ഒരു 5 വർഷത്തിൽ താഴെയാണ്. നമുക്ക് ഇപ്പോൾ സെയിലിന് വന്നിരിക്കുന്ന ഈ കാണുന്ന ഫുള്ളി ഫർണിഷ് ആയിട്ടുള്ള ഈ വില്ലയാണ് വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്നത്. ഒരു 6 പേർക്ക് ഭക്ഷണം കഴിക്കാവുന്ന നല്ലൊരു ടേബിൾ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ കിച്ചൻ്റെ വശം ഇതാണ്. കിച്ചൻ്റെ എല്ലാ വശങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് ഇത് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. അതുകൊണ്ടാണ് കിച്ചൻ്റെ എല്ലാ ഭാഗങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. താഴെ 2 ബെഡ്റൂമുകളാണ്, വലിപ്പമുള്ള 2 ബെഡ്റൂമുകളാണ്. ഈ റൈറ്റ് സൈഡിൽ ഒരു ബെഡ്റൂമാണ് നമുക്ക് കാണാൻ പോകുന്നത്. നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബെഡ്റൂമാണ്. എല്ലാ ബെഡ്റൂമുകളും ഫുള്ളി ഫർണിഷ് ആയിട്ട് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഫ്ലോറിംഗ് എല്ലാം വുഡൻ ഫ്ലോറിംഗ് ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. ബാത്റൂമിൻ്റെ വശത്തേക്ക് വരുമ്പോൾ ഗ്ലാസ് പാർട്ടീഷനും നൽകിയിട്ടുണ്ട്. നമുക്ക് മുകളിലത്തെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുകളിലേക്ക് വരുമ്പോൾ ഒരു ലൈറ്റ് ഹാങ്ങിങ് ചെയ്തിട്ടിരിക്കുന്നതായി നമുക്ക് കാണാം. താഴെ 2 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇത് 3ാമത്തെ ബെഡ്റൂമാണിത്. ഡ്രസ്സിങ് ഏരിയയോടനുബന്ധിച്ച് കബോർഡുകൾ 2 സൈഡിലും നൽകിയിരിക്കുന്നു. ഒരു വലിയൊരു മിറർ നൽകിയിട്ടുണ്ട്. 2 സൈഡിലും മിറർ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലോറിംഗ് എല്ലാം വരുന്നത് വുഡൻ ഫ്ലോറിംഗ് ആണ്. വലിയൊരു വാർഡ്രോബും നൽകിയിട്ടുണ്ട്. ഒരു ഡബിൾ കോട്ട് കട്ടിലും നൽകിയിട്ടുണ്ട്. എല്ലാ റൂമിൻ്റെയും ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റാണ്. അതിനും ഗ്ലാസ് പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമേറിയ ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു 3ാമത്തെ ബെഡ്റൂമാണത്. അതൊരു ചെറിയ ബെഡ്റൂമാണത്. അതൊരു ലൈബ്രറി പോലെയോ അല്ലെങ്കിൽ ഒരു ചെറിയ ബെഡ്റൂമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതും അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമാണിത്. ഇതിൻ്റെ വശങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെയും കബോർഡ്സ് നൽകിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ എല്ലാ വശവും ഉൾപ്പെടുത്താത്ത അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടായിക്കൊണ്ടാണ്
ഇത് നമ്മൾ കാണാൻ പോകുന്നത് അത്യാവശ്യം വലിപ്പമേറിയ ഒരു ബെഡ്റൂമാണിത്. അതും നല്ല രീതിക്ക് തന്നെയാണ് ഫർണിഷിങ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഒരു ഫാമിലി കോട്ട് കട്ടിലും നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലോറിങ് വുഡൻ ഫ്ലോറിംഗ് ആണ്. ഇതിൻ്റെ ടോയ്ലറ്റിൻ്റെ വശത്തേക്ക് വരുമ്പോൾ അവിടെയും കബോർഡ് നൽകിയിട്ടുണ്ട്. ഈ ടോയ്ലറ്റിന് ഗ്ലാസ് പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. ബാൽക്കണിയുടെ വശത്തേക്ക് പോകുമ്പോൾ ഇവിടെയും ഒരു ചെറിയൊരു ഏരിയ നൽകിയിട്ടുണ്ട്. അതൊരു ഓഫീസ് പോലെയോ അല്ലെങ്കിൽ വൈകിട്ട് സമയങ്ങളിൽ ഒന്നിരിക്കാനോ. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെയും ഒരു ടി വി നൽകിയിട്ടുണ്ട്. അതും അല്പം നല്ല വിശാലമായ ഒരു റൂമാണ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതും നല്ല രീതിക്ക് തന്നെയാണ് ഫർണിഷ് ചെയ്തിരിക്കുന്നത്. ഈ നമ്മൾ ബാൽക്കണിയുടെ വശത്തേക്ക് വരുമ്പോൾ ഇവിടെയും വൈകിട്ട് സമയങ്ങളിൽ ഇരിക്കാവുന്ന ഒരു 6 പേർക്ക് ഇരിക്കാവുന്ന ഒരു ടേബിളും നൽകിയിട്ടുണ്ട്. ഒരു ചെറിയ ഗാർഡനും നൽകിയിട്ടുണ്ട്. ഈ ഗാർഡനോടനുബന്ധിച്ച് സൈഡിൽ അത്യാവശ്യം കുറച്ചു ചെടികളും നൽകിയിട്ടുണ്ട്. എല്ലാ വില്ലയ്ക്കും നല്ല രീതിക്ക് തന്നെയാണ് ഗ്രീനറികൾ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ മോൾ വശത്ത് ഒരു ഡ്രൈവേഴ്സ് റൂമുണ്ട്. അത് സെപ്പറേറ്റ് എൻട്രൻസ് ആണ്. നമുക്ക് 4800 സ്ക്വയർ ഫീറ്റും ഈ 5 ബെഡ്റൂം വീടും നമ്മൾ മുഴുവനായി കണ്ടു കഴിഞ്ഞു. നമുക്ക് ഈ പുറത്തെ വശത്തെ കാഴ്ചകളൊന്ന് വേഗം കണ്ടിട്ട് വരാം. 2 സൈഡിൽ മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചു, പുല്ലും പിടിപ്പിച്ചു. എല്ലാം നല്ല രീതിക്ക് ഗാർഡൻ ഏരിയയാണ് നൽകിയിരിക്കുന്നത്. അധികം യൂണിറ്റ് ഇല്ല, കുറച്ച് വീടുകൾ മാത്രമുള്ള ഒരു പ്രോജക്റ്റാണിത്. വാഴക്കാല ജംഗ്ഷനിൽ നിന്നും ഒരു 300 മീറ്റർ താഴെ ദൂരത്തിലാണ് ഈ പ്രോജക്റ്റിലേക്കുള്ള ദൂരം വരുന്നത്. എറണാകുളം ടൗണിൽ നല്ല നല്ല പ്രോജക്റ്റുകൾ ഇപ്പോൾ കുറവാണ് വിൽപ്പനയ്ക്ക് വരുന്നത്. ഇതിനെക്കുറിച്ച് അറിയുവാനായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾക്കും വീടുകൾ വിൽപ്പനയ്ക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡ്രീം റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെടാം. ഓക്കെ, താങ്ക് യു.